ചെന്നൈയിലേക്ക് ഇത്തവണ മാമാടിനെ കൊണ്ടുവരണ്ടെന്നാണ് കേട്ടോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഈ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ടിക്കറ്റ് ഒരു ദിവസം മുന്നത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേനെ. കൂടുതൽ ദിവസം ലീവ് ഉണ്ട്, മാമാട്ടി നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം മുന്നെയാണ് കേട്ടോ ടിക്കറ്റ് എടുക്കാറുള്ളത്. കാരണം ഇവിടെ വരുമ്പോഴേക്കും നല്ല പൊടി പിടിച്ച് കിടക്കുമായിരിക്കും, മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കണം. ടിക്കറ്റ് കിട്ടുക എന്നത് വളരെ പാടുള്ള ഒരു കാര്യമായതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിച്ചില്ല. ടിക്കറ്റ് മാറ്റി ബുക്ക് ചെയ്യാനൊന്നും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കും മനസ്സിനൊരു സംതൃപ്തി ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ലാസ്റ്റ് പോരാൻ ദിവസം നമ്മളൊന്ന് സർപ്പക്കാവിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നേ. ഞാനിപ്പോ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് 3ാമത്തെ മാസത്തിൽ നമ്മുടെ യൂണിഫോം ചേഞ്ച് ആകുക. അപ്പൊ അത് ചുരിദാറാണ്, അത് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോണമായിരുന്നു. അതും വാങ്ങിയിട്ടാണ് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാ തവണയും ഇറങ്ങുമ്പോഴേക്ക് ഞാൻ എന്റെ പിള്ളേരെ കണ്ടിട്ടാണ് ഇറങ്ങാറ്. ഇത്തവണ ഇറങ്ങിയപ്പോഴേക്ക് ആരുമില്ല. ആരാധ്യ മാസം പുല്ലംകുളത്ത് പോയി, അമ്മു ആദ്യകൂട്ടനും കൂടെ പശ്ചിമ ബംഗാളിൽ പോയി. പിന്നെ ഉണ്ടായിരുന്ന കല്ലും കാർത്തിയും കൂടെ അപ്പൂപ്പ ഹോസ്പിറ്റലിലായിട്ട് അപ്പൂപ്പനെ കാണാൻ വേണ്ടിട്ട് പോയി. ആരുമില്ല, എന്തോ ഒറ്റപ്പെട്ട ഫീലായിരുന്നു. ഇവരാരുമില്ലാഞ്ഞതുകൊണ്ട് തേജു, സിയൻ, ചന്തു അങ്ങോട്ട് വന്നത്. സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴേക്കും നമുക്ക് ഉച്ചയ്ക്കായിരിക്കും കേട്ടോ ഡ്യൂട്ടി. നമ്മൾ രാവിലെ അവിടെ എത്തും, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. പക്ഷെ ഇത്തവണ എന്ന് വെച്ചാല് ഇലക്ഷൻ കാരണം 12 മണിക്കൂർ ഡ്യൂട്ടി ആയിരുന്നു അവിടെ പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല അപ്പൂസിന്റെ വണ്ടി ചെന്നൈയിൽ പോയി പാഴ്സലിന്റെ അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണം. മൊത്തത്തിൽ ടെൻഷൻ ആയിരുന്നു. ഒരു ദിവസം മുന്നേ ടിക്കറ്റ് എടുത്ത് വന്നാൽ മതിയായിരുന്നു എന്ന് തന്നെ പിന്നെ പറഞ്ഞിട്ടേ ഇരിക്കുവായിരുന്നേ ഞങ്ങള്. വന്ന ഉടനെ ഒരു 1.5 മണിക്കൂർ നമുക്ക് കിട്ടും. ആ ഗ്യാപ്പിൽ അമ്മയൊക്കെ ജോലി എടുക്കുമ്പോഴേക്കും ഒന്ന് കിടക്കാന്ന് വിചാരിച്ച കട്ടിലെ വരെ പൊടിയാണ്, അതൊക്കെ സെറ്റ് ആക്കണം. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അമ്മ വരാന്ന് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ടൈമിൽ. പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓടി എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ലല്ലോ നമ്മളിപ്പോ ഉള്ളത്. ഒരു ദിവസമെങ്കിലും മിനിമം പിടിക്കത്തില്ലേ? ഇവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ജെൻസിന് അങ്ങനെ നിർത്തത്തില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യമാണ് പറയുന്നത്, നമ്മൾ റെയിൽവേ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. മാത്രമല്ല എനിക്കിങ്ങനെ ഇടവിട്ടുള്ള വയറുവേദന കൂടെ ഉണ്ടായിരുന്നുണ്ട്. അമ്മയ്ക്ക് ടെൻഷൻ ആയിരുന്നേ. കഴിഞ്ഞ വർഷം തന്നെ ആയാലും ഫ്ലൂയിഡ് പൊട്ടിയ പോലെയൊക്കെ തോന്നി. നമ്മൾ ഡ്യൂട്ടി ടൈമിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോയ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ടെൻഷൻ അടിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തവണയും കൂടെ അമ്മ വരാന്ന് തീരുമാനിച്ചത്. അമ്മ വരുന്നുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞിനെയും കൂടെ കൊണ്ടുവരേണ്ടി വരുമല്ലോ. അമ്മയ്ക്ക് മറ്റേ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചത് ചുമ്മാതായിരുന്നെങ്കിൽ അത് നമുക്കിപ്പോൾ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നേ. വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാന്നും പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്ന സാധനമാണ്. നമുക്കിവിടെ 12 മണിക്കൂർ ഡ്യൂട്ടിയും കൂടെ ആണ് എപ്പോഴും ഒക്കെ ആയിട്ട്. അതുകൊണ്ടും കൂടിയാണ് അമ്മ നമ്മുടെ കൂട്ടത്തിൽ വരാന്ന് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. പാലും കുടിച്ച് കിടന്നുറങ്ങണ പ്രായം വരെ മാമാട്ടിക്ക് വലിയ അലമ്പ് സീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതേ രാത്രി 11 മണിയായിട്ടും മാമാട്ടി ഈ ഓട്ടമാണ് തെക്കോട്ടും വടക്കോട്ടും. പിന്നെ നമ്മളങ്ങനെ രാവിലെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ടേ. ഇവിടെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ല, ഇത് മൊത്തം പൊടിയും കാര്യങ്ങളുമാണ്. അതിന് റെഡിയാക്കി എടുക്കണമായിരുന്നു. മാത്രമല്ല ഈ പെണ്ണ് നല്ല ബഹളവും